എപ്പോഴും കൃഷ്ണകുമാറിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നതുപോലെ സിന്ധുവിൻ്റെയും അമ്മയുടെയും വാർത്ത. ആ ഒരു വിഷയവുമായി സംബന്ധിച്ച് അമ്മു അല്ലാതെ, അതായത് അഹാന അല്ലാതെ ആ വീട്ടിൽ ആരും ഈ വിഷയത്തെപ്പറ്റി തുറന്ന് സംസാരിച്ചിട്ടില്ല. ഇപ്പോഴിതാ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിയപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനും ഒടുക്കം മൗനം വെടിഞ്ഞുകൊണ്ട് ചില വാക്കുകൾ അതിനെപ്പറ്റി പറഞ്ഞും സിന്ധുവാണ് എത്തുന്നത്. ശാന്തസ്വരൂപിണിയായ വ്യക്തി എന്നൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തൻ്റെ അമ്മയെപ്പറ്റി പറയുന്നു. ഞാനതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങളൊന്നും നടത്തുന്നില്ല. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് മാത്രമാണ് സത്യം. ഞാൻ ആ അമ്മയുടെ മകളാണ്. ഏറ്റവും കൂടുതൽ സമയം ഞാൻ കൂടെ നിന്നിട്ടുള്ളതും എൻ്റെ ഭൂരിഭാഗം സമയത്തും എനിക്കറിയാവുന്നതുമായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അമ്മയെക്കുറിച്ച് ആരും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അഹാനെക്കുറിച്ചും ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് സിന്ധു. എല്ലാ വീട്ടിലും ഒരു അമ്മ വേണമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അമ്മ വേണം. എൻ്റെ വീട്ടിൽ അമ്മ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അതൊരു സത്യം തന്നെയാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോകത്ത് ആര് വരും എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, അതെൻ്റെ അമ്മുവായിരിക്കും. എന്തുണ്ടായാലും ആരില്ലെങ്കിലും എൻ്റെ അമ്മു വരുമെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പ് തന്നെയാണെന്ന് സിന്ധു എടുത്തു പറയുന്നു. ആ പറയുന്നതിലൂടെ തന്നെയാണ് സിന്ധുവിൻ്റെ സ്നേഹവും അഹാനയുടെ സ്നേഹവും മനസ്സിലാക്കി തരുന്നത്. എപ്പോഴും അഹാനയോടാണ് സ്നേഹമെന്ന് പലപ്പോഴും പലരും കളിയാക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ തന്നെയാണ് സത്യം. എൻ്റെ മക്കൾ പോലും അത് പറയുന്നു. പക്ഷേ എനിക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ എനിക്ക് എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കാനാകുന്നത്? സ്നേഹിക്കാൻ 100 കാരണങ്ങളാണ് അവളുടെ ഇടയിലുള്ളത്. ആ സ്നേഹിക്കാനുള്ള 100 കാരണങ്ങളിലൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നതും. അതിനിടയിൽ എനിക്ക് അവളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ആലോചിക്കൂ, ചിന്തിക്കൂ. അതുതന്നെയാണ് സത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു നല്ല കുട്ടിയാണ്. ഒരു കാര്യം പോലും മോശം പറയാൻ അവൾ ഇന്നുവരെ ജീവിതത്തിൽ എനിക്ക് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് അവളെ വഴക്ക് പറഞ്ഞ സമയം ഓർമ്മയില്ല. ഈ കുട്ടികളെല്ലാം ചെറുതായിരിക്കുമ്പോൾ പഠനാവശ്യവുമായും സ്കൂളിൽ ആവശ്യങ്ങളുമായും ഒക്കെ തന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ വളർന്നതിന് ശേഷം എനിക്ക് വേണ്ടി ജീവിക്കുകയും എൻ്റെ ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അമ്മു എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ്. വെറുതെ പറയുന്നൊരു കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് സിന്ധു കൃഷ്ണ ഇപ്പോൾ അഹാനെ പറ്റി പറയുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്നും അമ്മയ്ക്കൊരു പ്രശ്നം വന്നപ്പോൾ സംസാരിക്കാൻ അഹാന മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും മനസ്സിലാവുന്നു. അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധുവിനെ പറ്റി ആരെങ്കിലും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അഹാന എത്തുമെന്നും നമുക്ക് മനസ്സിലായത്. ദിയയുടെ ഓഫീസിൽ പോലും ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അഹാന തന്നെയാണ്. അതെപ്പോഴും അങ്ങനെയാണ്. ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിൽക്കാനും നടത്തിക്കൊടുക്കാനും അതുപോലെ ഒരു ആൺകുട്ടി എന്ന രീതിയിൽ പോലും ആ കുടുംബത്തിന് പിന്തുണയും നിൽക്കാൻ എപ്പോഴും അമ്മുവിന് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.